ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്കി ബോയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ 220ൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫംഗസൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യുക, എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കല്ല അതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇത് ഗ്ലാസ് തുറക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലേഡും ആക്സ് ബ്ലേഡും കൊണ്ട് ചെറുതായിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് ഇവിടെ എല്ലാം സൈഡും ചെറുതായിട്ട് ഒഴിച്ച് ഗ്യാപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഹീറ്റർ ഇല്ലെങ്കിലും നമുക്ക് ഈ ബ്ലേഡ് ഉണ്ടായാൽ മതി. ഹീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് ഇങ്ങനെ വലിച്ച് തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഈ ആക്സ് ബ്ലേഡിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒഴിച്ച് പിന്നെ അവസാനം ഇതേപോലത്തെ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ തിക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറേ ബ്ലേഡ് എടുത്തിട്ട് ഉരച്ച് വെച്ചതാണ്. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിക്കി എടുത്താൽ മതി. കണ്ടോ, നമുക്ക് ഹീറ്റർ വേണമെന്നില്ല. ഹീറ്റർ ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെ ചെയ്യാം, ഹീറ്റർ ഉള്ള ആൾക്ക് ഹീറ്ററും കൊണ്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഉള്ളിലത്തെ പോർഷൻ. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കവറായിട്ടാണ് വരിക, ബ്ലാക്ക് കളറിൽ. നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഊരിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുണിയിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് വെക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഇതിൻ്റെ ഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ഹൈ ബീം അടിച്ചിട്ട് ഗ്ലാസ് വിള്ളൽ വീണ് കിടക്കണോണ്ട് ഗ്ലാസ് മാറ്റാൻ പോണെയാണ്. അപ്പോൾ ഈ ഗ്ലാസ് വാങ്ങിച്ച എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിൽ കയറി കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഗ്ലാസ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. ഇതൊന്ന് ലൂസാക്കിയാൽ മതി. ഞാനിപ്പോൾ 2 അയച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 4 സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ആ സ്ക്രൂ ഊരിയതിന് ശേഷം നമുക്കിത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് തിക്കി കഴിഞ്ഞതിന് ശേഷം 2 ഭാഗം തിക്കാം. എന്നിട്ട് മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ ഗ്ലാസ് ഫംഗസ് പിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തുണി വെച്ച് തുടച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് റീസെറ്റ് ചെയ്താൽ മതി ഹെഡ്ലൈറ്റിലേക്ക്. അപ്പോൾ എനിക്ക് ഇവിടെ ഗ്ലാസ് കറക്റ്റ് കാണണ്ടാവും. പൊട്ടി കൊണ്ടാണ് ഈ ഗ്ലാസ് ഞാൻ മാറ്റാൻ പോണെയാണ്. ആ ഗ്ലാസ് ഇതാണ് ആ ഗ്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എല്ലാം ഞാൻ ഇട്ടായിരുന്നു. അത് കാണണമെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി നോക്കിയോ, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അത് നോക്കിയാലും മതിയാവും. എവിടെ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഗ്ലാസ് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കവർ ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് ഫിറ്റ് ചെയ്യാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ത്രെഡൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് വളർത്താൽ മതി, അവിടെ ഫിറ്റ് ആയിക്കോലും. 4 സ്ക്രൂ ഒന്ന് വെക്കാം. 1 2. അപ്പോൾ നമ്മൾ 4 സ്ക്രൂ കൂടെ ഇട്ടുണ്ട്. നമുക്കൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സ്ക്രൂ കൂടെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് പശ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മളെ വെറുതെ വെച്ചപ്പോഴുള്ള ലുക്ക്. കറക്റ്റാണ്. നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് പേടിക്കണ്ട, കറക്റ്റ് സൈസായിരിക്കും എന്നൊന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട, കറക്റ്റ് സൈസാണ്. നമുക്ക് ഇനി ഇത് പശയും കൂടി ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒട്ടിക്കാനെടുത്ത ഗ്ലൂ ഏതാണെന്ന് വെച്ചാൽ സിലിക്കോണിൻ്റെ ഗ്ലൂ ആണ് ഇവിടെ എടുത്തേക്കണേ. നമ്മുടെ ഈ ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിലിക്കോണിൻ്റെ ഗ്ലൂ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയിലിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ സൈഡിലെല്ലാം പശയെല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഈ ഗ്ലാസ് കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് കറക്റ്റ് സൈഡിലെല്ലാം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്ലാസ്സെല്ലാം വെച്ച് പശയെല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പശ തേച്ച ഗ്ലാസ് വെച്ച സമയത്ത് ഇവിടെ ചെറിയ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മളെ കമ്പനി ഗ്ലാസ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റെതായ ചെറിയ കാര്യങ്ങൾ പിന്നെ ഇളക്കിയെടുക്കുമ്പോഴുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിപ്പും കാര്യങ്ങളെല്ലാം കളക്ട് വീണാൽ അന്നേരം ചെറുതാവും സൈഡിലൊക്കെ ചെറിയ. അപ്പോൾ നമ്മളവിടെ പശയെല്ലാം തേച്ച് വെച്ച് വെച്ചാൽ മതി. ഒന്നും ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നോളൂ. പശ ഉണങ്ങി കഴിഞ്ഞാൽ സിലിക്കോൺ ഗണ്ണ് അല്ലെങ്കിൽ സിലിക്കോൺ ഗമ്മ് അല്ലെങ്കിൽ അനാബോൾഡ് എന്ന് പറഞ്ഞൊരു പശയുണ്ട്, അതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇതാണ് നമ്മളെ സൈഡിൽ ഫിറ്റ് കറക്റ്റ് പശയെല്ലാം തേച്ചതാണ് റെഡിയാക്കി വെച്ചേക്കണം. കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ എന്നും പറയുന്ന ആ ബെല്ലൈക്കൻ അല്ലേ അതും കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ.